SFI പ്രവർത്തകനായിരുന്ന രോഹിത്തിനെതിരെ പോക്സോ ചുമത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം പ്രചരിപ്പിച്ചതിനാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പായ പോക്സോയും IT ആക്ടും ചുമത്തിയാണ് FIR ഇട്ടിട്ടുള്ളത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, കൂടുതൽ ആളുകൾ പരാതി പറയുകയാണ് ഇയാൾക്കെതിരെ. മാത്രമല്ല, ഇന്ന് 9 പേരുടെ കൂടി പരാതി കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ രോഹിത്തിനെതിരെ പോക്സോ കേസ് കൂടി ചുമത്തപ്പെടുകയാണ്. മാധു, ആദ്യഘട്ടത്തിൽ ഇയാൾക്കെതിരെ ഒരു പെൺകുട്ടിയായിരുന്നു പരാതി നൽകിയത്. ആ പരാതി ഇപ്രകാരമാണ്. അതായത് തൻ്റെ ചിത്രങ്ങൾ ഡേറ്റിംഗ് ആപ്പിൽ മോശം കമൻറ്റോടുകൂടി പ്രചരിപ്പിച്ചു എന്നതാണ്. അതിനുശേഷമാണ് സമാന പരാതിയുമായി മറ്റു പലരും രംഗത്തെത്തിയത്. ആദ്യ FIR തന്നെയാണ് മറ്റു പലരുടെയും പരാതികൾ ചേർത്തിരിക്കുന്നത്. പക്ഷേ അതേസമയം മറ്റൊരു കുട്ടി, അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് കൂടി പരാതി ലഭിച്ചതോടെയാണ് പോലീസ് മറ്റൊരു FIR കൂടി ഇടാൻ നിർബന്ധിതമായത്. അതായത് നിലവിൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്ന് പറയുന്നത് കാലടി ശങ്കര കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അനുജത്തിയുടെ ഫോട്ടോയാണ് ഈ രോഹിത് എന്നയാൾ ഇത്തരത്തിൽ ഈ ഡേറ്റിംഗ് ആപ്പിൽ മോശം കമന്റോടുകൂടി പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് പോലീസ് ഇന്നലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തതും വിശദമായ ചോദ്യം ചെയ്തതും. അതിനുശേഷമാണ് ഇപ്പോൾ പോക്സോ ആക്ട് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതേസമയം പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് KSU പ്രവർത്തകർ അല്പസമയത്തിനകം ഈ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് എത്തിച്ചേരും. ഈ പ്രതിഷേധ മാർച്ചിനെ നിലവിൽ ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്ന വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ വിഷയം നിയമസഭയിൽ VD സതീശൻ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേസിൻ്റെ ഗൗരവമേറുന്ന തരത്തിലേക്ക് മാറിയത്. അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി കൂടി ഇത്തരത്തിൽ പരാതിയുമായി എത്തിയത്. ഇതോടെ പോലീസ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന FIRൽ പോക്സോ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്.